മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രിയാക്കിയ തെരഞ്ഞെടുപ്പാണ് 77 തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയാണ്, ജനസംഘമല്ല, BJP അല്ല. ജനതാ പാർട്ടിയിലാവട്ടെ വ്യത്യസ്ത ധാരകളുള്ളവരെല്ലാം അതിന്റെ ഭാഗമായിരുന്നു. ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത്. ജനതാ പാർട്ടിയുമായി ഇടതുപക്ഷം സഹകരിക്കുകയാണ് ഇത്. ജനതാ പാർട്ടി നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരികയും ചെയ്തു. അന്നൊന്നും ജനതാ പാർട്ടി ഏതെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗമല്ല. അങ്ങനെ ജനങ്ങളുടെ മുൻപാകെ ഇല്ലതായി. എന്നാൽ അതിനുശേഷം RSS ജനതാ പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കുന്നു എന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. അതിൽ വസ്തുതയുണ്ടായിരുന്നു. അപ്പൊ RSS ജനതാ പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കുന്നു, പിടിമുറുക്കുന്നു എന്ന വിമർശനത്തിന്റെ കൂടി പശ്ചാത്തലം അങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് കേരളത്തിൽ 4 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായി. ആ ഉപതെരഞ്ഞെടുപ്പ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിലെന്തെങ്കിലും പെശുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. കാരണം നിങ്ങളിപ്പോൾ പെട്ടെന്ന് ചോദിക്കുകയും ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയും ചെയ്യാം. കാസർഗോഡും തലശ്ശേരിയും തിരുവല്ലയും പാറശാലയുമാണ് എന്നാണ് ഓർമ്മ. ഈ 4 മണ്ഡലങ്ങളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ജനതാ പാർട്ടി RSS സ്വാധീനമുള്ള ജനതാ പാർട്ടിയുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന ചോദ്യം കേരളത്തിൽ ഉയർന്നു. 77 തെരഞ്ഞെടുപ്പിൽ ആ ചോദ്യമില്ല. കാരണം 77 തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിമർശനം സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടില്ല. എന്നാൽ അതിനുശേഷം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പായപ്പോഴേക്ക് RSSനാൽ നിയന്ത്രിക്കപ്പെടുന്നു ജനതാ പാർട്ടി എന്ന ആരോപണം ഉയർന്നു വരികയും ആ ജനതാ പാർട്ടിയുടെ പിന്തുണ അഥവാ RSSന്റെ വോട്ട് നിങ്ങൾ സ്വീകരിക്കുമോ, മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം സ്വീകരിക്കുമോ എന്ന ചോദ്യം ഉയർന്നു. ആ ഘട്ടത്തിലാണ് EMSന്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസ്താവന വരുന്നത്. RSS വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അതാണ് RSSുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്കിന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് ചർച്ച ഉയർന്നു വന്നാൽ പോലും ആ ഘട്ടത്തിൽ ഞങ്ങൾ സ്വീകരിച്ച നിലപാടാണ് RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ആ നിലപാട് സ്വീകരിച്ചു. ആ സ്വാഭാവികമായിട്ട് ജനതാ പാർട്ടിയുമായി അകലും. ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഉപതെരഞ്ഞെടുപ്പിൽ 4 ഇടതുപക്ഷം ജയിച്ചു. ഈ അതിശക്തമായ നിലപാട് കേരളത്തിലെ മതനിരപേക്ഷവാദികൾക്ക് ഏറ്റവും ഊർജ്ജം പകർന്ന മഹത്തായ നിലപാടാണെന്ന് EMS പ്രഖ്യാപിച്ചത്. ഈ 4 സീറ്റിലും ഇടതുപക്ഷം ജയിക്കുകയും ചെയ്തു. തുടർന്ന് RSS പിടിമുറുക്കിയ ജനതാ പാർട്ടിയുമായി ബാന്ധവത്തിലേർപ്പെട്ടത് കോൺഗ്രസ് ആണ്. നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കൂ. കോൺഗ്രസും ജനതാ പാർട്ടിയും തമ്മിൽ അടുത്തു. 1980 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര് O രാജഗോപാൽ എന്നാണ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്.